glorious moments. വിജയ, എന്റെ ഹായ് വണക്കം. നമസ്കാരം. എന്റെ ചോദ്യം നമ്മുടെ സഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണേ. അതായത് ഒരിജിൻ എന്ന് പറഞ്ഞ സഭാപിതാവ് ഈ സാർവത്രികമായ രക്ഷ, അതുപോലെ രക്ഷയുണ്ട് എന്ന് പറഞ്ഞു, അതുപോലെ അത് നരകമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോകാറ്റാസ്റ്റാസിസ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തവും അതിലൂടെയാണ് അത് അവതരിപ്പിച്ചത്. AD 543 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസില് ഈ ആശയം ഒരു പാഷണ്ഡതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്: ഈ ഈസ്റ്റ് വെസ്റ്റ് സ്കിസം ഒക്കെ വന്ന് കത്തോലിക്ക സഭയൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വെസ്റ്റേൺ തിയോളജിയൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പല്ലേ ഈ 543 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ കൂടിയത്? അതൊരു സാർവത്രിക സൂനകദോസാണോ? അതിന് സാധുത, അത് വാലിഡ് ആണോ? അതിലെ തീരുമാനങ്ങൾ, അതിനെ കുറിച്ചാണ്. ഏത് സുന്നതദോസിന്റെ കാര്യം? കോൺസ്റ്റാന്റിനോപ്പിൾ എത്ര സുന്നതദോസ? 543. അപ്പൊ ആ സൂനകദോസിലാണ് പിന്നെ ഈ ഒരിജിന്റെ ഈ സിദ്ധാന്തത്തെ തള്ളിക്കളഞ്ഞത് ഈ കൗൺസിലാണ്. അപ്പൊ ആ തള്ളിക്കളയില് ഒരു വാലിഡായ തള്ളിക്കളയിലാണോ, അത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടതാണോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അല്ല, സാർവത്രികമായിട്ടെന്ന് പറയുമ്പോ ഈ 3 കൗൺസിലാണ് ഓറിയന്റൽസ് എടുക്കുന്ന 3 കൗൺസിലേ ഉള്ളൂ. പിന്നെ 4 കൗൺസില്, 7 കൗൺസിലാണ് ഈസ്റ്റേൺ ഓർത്തഡോക്സും കത്തോലിക്ക സഭയും കൂടെ കോമൺ ആയിട്ടുള്ളത്. 7 എക്യുമെനിക്കൽ കൗൺസിൽസ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പം 553 കൗൺസിലാണ് ചോദിച്ചത് കോൺസ്റ്റാന്റിനോപ്പിൾ. 543 543 കൗൺസിൽ നടന്നോ? 553 സെക്കൻഡ് കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഞാനിവിടെ വായിച്ചൊരു ഓർമ്മയിലാണ് പറഞ്ഞത് 549 നടന്നെന്നാണ് ഇവിടെ വായിച്ച പോലെ തോന്നിയത്. അപ്പൊ ഒരിജിൻ പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞു എന്നാണ് അതിനകത്ത് പറഞ്ഞത്. അതാണ് ഇപ്പോഴത്തെ കത്തോലിക്ക സഭ അതാണ് പിന്തുടരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സൂനകദോസ് ഒരു വാലിഡ് സൂനകദോസ് ആണോ, സാർവത്രികമായി എല്ലാവർക്കും അംഗീകരിക്കപ്പെട്ടതാണോ എന്നല്ല? സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ടതല്ല. ഓക്കെ, ചോദിച്ചാൽ രണ്ടാമത്തെ ഒരു ഡൗട്ട് ഈ സ്നാപകയോഹന്നാനെ കുറിച്ചാണ്. സ്നാപകയോഹന്നാൻ ഏലിയ പ്രവാചകന്റെ ഒരു പുനർജന്മമോ അങ്ങനെ ഒരു പഠനമോ പഠിപ്പിക്കലോ ഉണ്ടോ? അല്ല, ബൈബിളിൽ അങ്ങനെ ഒരു സ്നാപകയോഹന്നാൻ ഏലിയ പ്രവാചകന്റെ ഒരു പുനർജന്മമോ അല്ല അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെ ഒരു ആശയം വല്ലതും ഉണ്ടോ ബൈബിളില്? ഈ പുനർജന്മം പറഞ്ഞാൽ ഈ അത് ഒറിജിനാണ്, അത് വിശ്വസിച്ചിരുന്നത്. അത് ആക്ച്വലി ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾസ് എന്നുള്ള ഒരു ആശയമാണ്, ജൂയിഷ് ആശയമാണ്. അതിനെ ഒറിജിൻ ഹോൾഡ് ചെയ്തിരുന്നു. അത് ഈ 553 കോൺസ്റ്റാന്റിനോപ്പിൾ, സെക്കൻഡ് കോൺസ്റ്റാന്റിനോപ്പിളിൽ അവർ റിജക്ട് ചെയ്തിരുന്നു. ആ കൗൺസിലിന്റെ കാര്യമായിരിക്കും നിങ്ങൾ ഈ പറയുന്നത്. അതിനോടനുബന്ധിച്ച് വായിച്ചത്. അത് ഒറിജിന്റെ ഒരു വിശ്വാസമായിരുന്നു അത്. പക്ഷെ ഈ ഒറിജിന്റെ ഈ വിശ്വാസത്തെയൊക്കെ ഇവര് സെക്കൻഡ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവർക്ക് ദൈവശാസ്ത്രപരമായ വിഷയമൊന്നും ചർച്ച ചെയ്യാനില്ലായിരുന്നു. വിശ്വാസം പൂർണ്ണമായിട്ടും 3 കൗൺസിലിലൂടെ ഉറപ്പിക്കപ്പെട്ടു. പിന്നത്തെ 4 കൗൺസിലിൽ ഇവർക്ക് പ്രത്യേകിച്ച്, അതായത് ഓറിയന്റൽസ് മാറിക്കഴിഞ്ഞ് പിന്നെ നടന്ന കൗൺസിലൊന്നും ഉള്ളി പൊളിച്ച പോലത്തെ കാര്യങ്ങളാണ് ഇവര് പറഞ്ഞു. ഇവർക്ക് വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ലാത്തതുകൊണ്ട് പിന്നെ ഈ ഓറിജിനെ തള്ളണമെങ്കിൽ ആര് തള്ളണമായിരുന്നു? ഓറിജിന്റെ ജീവകാലം നിങ്ങൾ നോക്ക്. അപ്പൊ ഓറിജിന്റെ ജീവകാലത്തിന് ശേഷം നടന്ന കൗൺസിലൊന്നും ഓറിജിനെ തള്ളിയില്ല. മനസ്സിലായില്ലേ? സെക്കൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ആയപ്പോഴേക്കും ഓറിയന്റൽസ് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞിരുന്നല്ലേ? പിന്നെ 3 എണ്ണത്തിൽ ഓറിയന്റൽസ് ഉണ്ടായിരുന്നു. ശരി. അതുകൊണ്ടാണ് അതിനെ പൊതു സൂനകദോസ് എന്ന് പറയുന്നത്. നിക്കിയ സുനോദോസിന് മുമ്പ് മരിച്ചു പോയ ആളാണ് ഓറിജിൻ. അയാൾ AD 253 മരിച്ചു. അയാളുടെ പഠിപ്പിക്കലും കഴിഞ്ഞു മരിച്ചു. അപ്പൊ 253 AD മരിച്ച ആള് സഭയൊന്നും സ്ഥാപിച്ചില്ല. പിന്നീട് 325 നിക്കിയ കൗൺസിൽ വരുന്നത്. അന്ന് ഈ ഓറിജിനെ എന്ത് ചെയ്തില്ല, അനാത്തമിസ്റ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ 381 കോൺസ്റ്റാന്റിനോപ്പിളിലെ 1ാം സുന്നതദോസ് വന്നപ്പോഴും മിണ്ടിയില്ല. പിന്നെ എഫേസോസ് സുന്നതദോസ് വന്നപ്പോഴും അയാളില്ല. പിന്നെ ഓറിയന്റൽസ് പിരിഞ്ഞു കഴിഞ്ഞ് പിന്നെ അടുത്തായിട്ട് ഈ സെക്കൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ വരുമ്പോ എന്തെങ്കിലുമൊക്കെ വിഷയം വേണ്ടേ? ഇപ്പൊ കൗൺസിൽ വിളിച്ച് കൂട്ടിയും പോയി, പിന്നെ എന്തെങ്കിലും വിഷയം വേണ്ട. അപ്പൊ ജസ്റ്റീനിയൻ ചക്രവർത്തി പറഞ്ഞു നമുക്കൊരു ഓറിജിനെ പറ്റി ചർച്ച ചെയ്യാം. അപ്പം ആ കാലഘട്ടത്തിൽ ഓറിജിന് ചോദിക്കാനും പറയാനും ആരും ഇല്ല. 553 200 കൊല്ലം മുമ്പ് മരിച്ചു ഒരാളാണ്. 2 നൂറ്റാണ്ടായി. 2 നൂറ്റാണ്ടായി. അപ്പൊ അയാളെ ഇരുന്ന് ചീത്ത വിളിച്ച് അയാൾ പറഞ്ഞൊക്കെ തെറ്റാണെന്നൊക്കെ ഇവർ പ്രഖ്യാപിച്ച് പിരിഞ്ഞു. ഇങ്ങനെയാണ് സെക്കൻഡ് കൗൺസിൽ. അങ്ങനെ ഈ കത്തോലിക്ക സഭ പിന്നെ ഒരുപാട് കൗൺസിൽ കൂടി, വിഷയങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ഒരു കൗൺസിൽ ഇവർ ചർച്ച ചെയ്ത് കന്യകാമറിയാമിന്റെ കണ്ണ് നീല നിറത്തിലാണോ പച്ച നിറത്തിലാണോ എന്നുള്ള ഭയങ്കര അടിയായിരുന്നു. പിന്നെ ഒരു കൗൺസിലിൽ ഇവര് ചർച്ച ചെയ്ത് ഒരു മുട്ടുസൂചിയുടെ മുട്ടയിൽ എത്ര മാലാകമാർക്ക് നൃത്തം ചെയ്യാൻ പറ്റും. ഭയങ്കര വഴക്കായി പോയി. അതായത് ഓറിയന്റൽസ് പോയി കഴിഞ്ഞ് പിന്നെ കാര്യമായി ദൈവശാസ്ത്ര ചർച്ചയൊന്നും നടത്താൻ അവിടെ ആരും ഇല്ലായിരുന്നു.
അതാണ് യാഥാർത്ഥ്യം. പിന്നെ വലിയ ചർച്ചയും കാര്യങ്ങളും നടന്നില്ല. ഇന്നും ആദ്യത്തെ 3 സുന്നോദോസിൽ ഉറപ്പിച്ച വിശ്വാസവും തിയോളജിയും ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെയുള്ള ഒരെണ്ണത്തിനകത്ത് വിഗ്രഹങ്ങൾ വെക്കാവോ വെക്കത്തില്ലയോ അതായിരുന്നു അടുത്ത ചർച്ച. ഈ രൂപങ്ങള് ഇപ്പം ആ ജോസഫ് ചോദിച്ചു തന്നെ ഐക്കണോ ക്ലാസ്. ഐക്കണോ ക്ലാസ് നിക്കായിൽ പിന്നെ നടന്ന സുന്നോദോസിൽ ഐക്കണോ ക്ലാസത്തെ അപലപിച്ചു. രൂപങ്ങളൊക്കെ എല്ലാ പള്ളിയിലും വെക്കണമെന്ന് തീരുമാനിച്ചു. അത് കേട്ടിട്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചത്. അപ്പൊ അതിനൊന്നും വലിയൊരു വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും കാണുന്നില്ല. അത്രേ ഉള്ളൂ. ഒറിജിനെ സംബന്ധിച്ചും അത്രേ ഉള്ളൂ. പിന്നെ ഒറിജിനെ നമ്മളൊന്നും പിന്നെ ഒരു സഭയിലും അങ്ങനെ ഒറിജിൻ ഒരു വിശുദ്ധനായിട്ടൊന്നും കണക്കാക്കുന്നില്ല ഒരു സഭയിൽ. ആർട്ടിസ്റ്റിക് ടീച്ചിങ് എന്ന് പറയുന്നതിനകത്ത് ഒറിജിൻ്റെത് പഠിക്കുന്നുണ്ടോ? ചില പഠനങ്ങളൊക്കെ ഒരു സഭയിൽ അതത്തെ വെനറേറ്റ് ചെയ്യുന്നില്ലല്ലോ ഒരു സഭയിൽ. വെനറേറ്റ് ചെയ്യുന്നില്ല. മറപ്രേമിനെ പോലെയോ ക്രിസ്തോസ്തവനെ പോലെയോ ഒന്നും അങ്ങനെ കാണുന്നില്ല. നല്ല രീതിയിൽ ബ്രെയിൻ വർക്ക് ചെയ്തോണ്ടിരുന്ന ഒരാളാണ്. അതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഒരു ലാസ്റ്റ് ഒരു ചോദ്യം ഉള്ളത്. അത് ആ ചോദ്യം എന്ന് വെച്ചാല് നമ്മള് മനുഷ്യന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ്. ഇപ്പോ മനുഷ്യന്റെ എക്സിസ്റ്റൻസ് ഒരു അനുഗ്രഹമാണോ ഒരു ശാപമാണോ എന്നുള്ളതാണ് ബൈബിൾ വെളിച്ചത്തിലുള്ള ശുഭോച്ചാന്റെ ഒരു ആശയമാണ് കേൾക്കേണ്ടത്. ഞാൻ തികച്ചും മാനുഷികമായ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കേഴ്സാണ്, ഇതൊരു ബാധ്യതയാണ്. അനുഗ്രഹം ശാപം എന്നുള്ളത് റിലേറ്റീവ് പെർസ്പെക്റ്റീവ്, അതായത് ഒരു ആപേക്ഷികമല്ലേ? അല്ല, ജനറലി ഓൾ ഹ്യൂമൻ ബീങ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ഇൻഡിവിജ്വൽ മനുഷ്യ ജീവിതം ഒരു പിന്നെ കാത്താർസിസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കാത്താർസിസ് എന്ന് പറഞ്ഞാൽ കഷ്ടസമ്പൂർണ്ണമല്ലേ? അതെ, അത് കറക്റ്റ്, അത് തന്നെ. അപ്പൊ അതൊരു ഇപ്പൊ നമ്മള് പുരാണത്തിലൊക്കെ കാണുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ശാപം നൽകിയതിനു ശേഷം പിന്നീട് ശാപമോക്ഷം നൽകുന്ന അഹല്യൊക്കെ കല്ലിൽ നിന്ന് സുന്ദരിയായി മാറിയതുപോലെ മനുഷ്യവർഗത്തിന്റെ നമ്മൾ എഴുതപ്പെട്ട ചരിത്രം നമ്മള് ബിബ്ലിക്കലിൽ നിന്ന് വിട്ടിട്ട് ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ മനുഷ്യന്റെ ലൈഫിനെ നമ്മൾ ഫിലോസഫിക്കലി നോക്കിയ ഒരു ശാപം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഒന്നും നിലനിൽക്കുന്നില്ല. ഒരു ക്ഷണികമായ ഒരു മോഹവും അതിലേറെ മോഹഭംഗങ്ങളും ഒക്കെ മാത്രമല്ലേ ഉള്ളൂ. അതാണ് ആ ഒരു ആസ്പെക്ട് ആണ് ഞാൻ ചോദിച്ചത്. ഒരു വ്യക്തിക്ക് പോലും ഇന്ന് വരെ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടില്ല, ഒരിക്കലും പറ്റിയിട്ടില്ല. അപ്പൊ അതൊരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ്. നമ്മുടെ തിയോളജിക്കൽ പെർസ്പെക്റ്റീവിൽ ലൈഫ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രഷ്യസ്. അപ്പം അതെങ്ങനെയാണെന്ന് അത് മനോജ് തന്നെ വർക്കൗട്ട് ചെയ്ത് ശരിയാക്കി എടുക്കുക. നമ്മൾ കുടവേറ് കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം സൂത്രവാക്യാണ് യൂട്യൂബിൽ കാണുന്നത്. ഓരോ വീഡിയോയ്ക്ക് 5 ലക്ഷം വ്യൂ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ കുടവേറ് കുറയ്ക്കാം? 10 വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, കിടന്നുറങ്ങുക. 1 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. കാരണം എല്ലാവരും ഇരുന്ന് കാണുകയാണ്. പക്ഷെ ആരുടെയും കുടവേറ് എത്തിയുന്നില്ല, പറയുന്നില്ല. ഗോഡ് ലവ് ആണ്, സ്നേഹത്തിന്റെ ഒരു പ്രകാശനമാണ്. കുടവേറ് കുറയ്ക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടാണെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ അരയ്ക്ക് മുകളിൽ കാണിക്കും. എനിക്ക് കുടവേറ് ഉള്ളതുകൊണ്ട് അത് ഇടാനും പറ്റത്തില്ല. അപ്പം നിങ്ങൾ മെലിഞ്ഞവരൊക്കെ ഉണ്ട്, കാശ് ഉണ്ടാക്കാനുള്ള നല്ല മാർഗമാണ്. അതെ, അതൊക്കെ ചുരുക്കുവിദ്യയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വ്യൂവേഴ്സും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതുപോലെ ഉള്ളൂ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് അതുപോലെ മനോജ് എക്സർസൈസ് ചെയ്ത് ഇതെങ്ങനെയാലും ഞാൻ എക്സർസൈസ് ചെയ്തപ്പം എത്തിച്ചേർന്നത് ശ്രമിച്ചാൽ പറഞ്ഞ അതേ ഒരു കൺക്ലൂഷനാണ്. അതായത് ഫിലോസഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് ഒരു ഇതാണ്. ഈ ദേഹമുക്തി എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് ഇമാൻസിപ്പേഷൻ ലഭിക്കുന്നുള്ളൂ. അപ്പൊ ഈ ദേഹം എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി ആണോ അത്? സ്നേഹമുള്ള ദൈവമാണെങ്കിൽ എങ്ങനെയാണ് ആ ബാധ്യത മനുഷ്യന് നൽകുന്നത്? അവനോടൊരു ജസ്റ്റിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംഭവമാണ്. ഞാൻ ചിലപ്പോ അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ നമ്മളെ സ്കൂബ ഡൈവിങ്ങിന് വിട്ടതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കും. സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതിന്റെ കാലിലൊക്കെ ചെറുത് പോലെ ഒരു സാധനമൊക്കെ വെച്ച് കെട്ടി അതുപോലെ വല്ല ആയിരിക്കും. അതൊക്കെ എന്റെ ഒക്കെ സ്കോപ്പിന് മുകളിലുള്ള ചോദ്യം മനോജിന്റെ ഒക്കെ ചോദ്യം. നമുക്ക് അത് അത്രയും റേഞ്ചിലൊന്നും പിടിക്കത്തില്ല. അങ്ങനെ ചോദിച്ചാലേ മറ്റു സംശയങ്ങളൊക്കെ ഇപ്പൊ പലരുടെ ചോദ്യത്തിലൂടെയും ലൈവിലൂടെയും ഒക്കെ നമുക്ക് ഒരു ഉത്തരം കിട്ടി. ഈ ഒരു ഇതിലൊരു ബൈബിൾ കാഴ്ചപ്പാടിലൊന്ന് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ, കുഴപ്പമില്ല. എന്റെ മെയിൻ സംശയങ്ങള് ചരിത്രപരമായ സംശയമായിരുന്നു. സെക്കൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലെ അത് അത്ര വാലിഡ് ആണോ, അക്സെപ്റ്റഡ് ആണോ, അങ്ങനെയുള്ള ഒരു സംശയമായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ 7 എക്യൂമെനിക്കൽ കൗൺസിൽസിൽ ഉള്ളതല്ലേ? അപ്പം ഓറിയന്റൽ സഭകൾക്ക് അത് ബാധകമല്ല. കാരണം ഇപ്പൊ യാക്കോബായ സഭ, കേരളത്തിലെ യാക്കോബായ സഭ 3 സുന്നോദോസിലാണ് വിശ്വസിക്കുന്നത്. അതാണ് ഏറ്റു പറയുന്നത്. ഈ ഓർത്തഡോക്സ് വിഭാഗം കൊണ്ട് ഇതുവരെ 3 സുന്നോദോസിലാണെന്നാണ്. പക്ഷെ ഇപ്പൊ എന്തോ റഷ്യൻ സഭയായിട്ടൊക്കെ ചർച്ച നടത്തി അവര് 7 ഇതാക്കാൻ പോകുന്നെന്ന് പറയുന്നത് കേട്ടു. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭക്കാര് 7 സുന്നോദോസായി എടുക്കുന്നത് കേരളത്തില്.
കേരളത്തിൽ 7 കൗൺസിൽസ് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ വരുന്നത്. പിന്നെ കത്തോലിക്ക സഭ ഇതുവരെ നിലപാടൊന്നും പറഞ്ഞിട്ടില്ല. 7 എക്യുമെനിക്കൽ കൗൺസിൽസ് ഒറിജിനലി കാത്തലിക് പൊസിഷൻ അതാണ്. ഇപ്പൊ സീറോ മലബാർ സഭയുടെ പുതിയ നയങ്ങളും നീക്കങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സീറോ മലബാർ സഭ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ്. എല്ലാ കൗൺസിലും എടുക്കുവോ നമുക്കറിയത്തില്ല. ഒന്നും വിട്ടു പറയുന്നില്ല. കാരണം സീറോ മലബാർ സഭയെ സംബന്ധിച്ച് വിശ്വാസ പ്രമാണത്തിന് തന്നെ ഒരു ഏകരൂപം ഇല്ലല്ലോ. ഇല്ല, ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുക പിതാവിൽ നിന്നും ബ്രാക്കറ്റിൽ പുത്രനിൽ നിന്നും പുറപ്പെടുന്ന വേണമെങ്കിൽ പുത്രനിൽ നിന്നും. അപ്പൊ അതാ പറഞ്ഞ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവരുടെ കാര്യമൊന്നും പറയാനും പറ്റത്തില്ല. ഫാസിലിന്റെ സിനിമയിലെ ഡബിൾ ക്ലൈമാക്സ് പോലെയാ. ഒരിടത്ത് മോഹൻലാല് പെലേന്റെ കാര്യം പെലെന്നാ പറയാന്ന് പറഞ്ഞാല് അതുപോലെയൊക്കെയാ. എങ്ങനെ വേണേലും താങ്ക് യു വെരി മച്ച്. ജോമോൻ. ശുഭചായ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ശുഭചാനായിട്ട് സംസാരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു ആഗ്രഹമായിരുന്നു. കുറെ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛന്റെ പ്രബോധനങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഒരുപാട് ഡൗട്ടുകളൊക്കെ എന്റെ ക്ലിയർ ആയി. പക്ഷെ ഒരുപാട് ഡൗട്ടുകൾ പിന്നെ കൂടി. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു. അച്ഛന്റെ മറ്റേ ആ ഒരു റീസെന്റ് ആയിട്ട് കെട്ടിയ ഒരു സേവ് ഇൻ ക്ലൗഡിലൊക്കെ സേവ് ചെയ്യുന്ന ഒരു ഇതൊക്കെ നല്ലൊരു ഭയങ്കര ഒരു എന്താ പറയാ നമ്മളെയൊക്കെ ഒരു ചിന്തിപ്പിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പോയാലും അത് ക്ലൗഡിൽ സേവ് ചെയ്യാമെന്ന് പറയുന്ന പോലെ നമുക്കും ഒരു ക്ലൗഡിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അത് വളരെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. വളരെയധികം നന്ദി. അച്ഛന്റെ സംശയം എന്ന് വെച്ചാല് മറ്റേ അച്ഛന്റെ ടോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതായത് യേശുവിന്റെ ജനനമാണ് എല്ലാവർക്കും വേണ്ടിയുള്ള രക്ഷയുടെ ഒരു മെയിൻ ആധാരം എന്നുള്ള രീതിയിലാണ്. മരണത്തിൽ അതായത് മരിച്ചത് അത് എസ്പെഷ്യലി ഫോർ യഹൂദർക്ക് വേണ്ടിയാണെന്നുള്ള പൗലോസ് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ടു എന്ന് ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിലുള്ള ഒരു കോൺട്രഡിക്ഷൻ ഒന്ന് ക്ലിയർ ആവും? ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാർ മുദ്രാവാക്യം വിളിക്കും. പുന്നപ്പറയിൽ, വയലാറിൽ, കയ്യൂരിൽ, കരിവള്ളൂരിൽ, അട്ടപ്പാടിയിൽ, അമരാവതിയിൽ, സേലഞ്ചേലിൽ, കോരുത്തോട്ടിൽ ഞങ്ങൾക്കായി മരിച്ചവരെ നിങ്ങൾക്കായിരം അഭിവാദ്യം. ഇല്ല മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അപ്പൊ ഞങ്ങൾക്കായി മരിച്ചവരെ എന്ന് അവര് പറയുമ്പോ ഈ പുന്നപ്പുറ വയലാറിൽ മരിച്ച ആളുകള് ഈ മുദ്രാവാക്യം വിളിക്കുന്നവരുടെ തെറ്റുകൾക്ക് വേണ്ടി മരിച്ചെന്നാണോ? പിന്നെ എന്താണ് ഈ ഞങ്ങൾക്കായി മരിച്ചെന്ന് പറയുന്നത്? അത് പൊതുവെ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാര് പല ഭാഗത്ത് ചിലയിടത്ത് സർവേ ചെയ്ത് പോരുന്നുണ്ട്, ചിലയിടത്ത് ഒരുപാട് എതിർപ്പുകൾ വരുമ്പോ മരണം അടയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെന്തിനാണ് ഞങ്ങൾക്കായി മരിച്ചു എന്ന് പറയുന്നത്? അതായത് അവരുടെ അതിനകത്തൊരു അറ്റോൺമെന്റോ ഒരു സാൽവേഷനോ വല്ലതും ഉണ്ടോ അവർക്ക്? ഇല്ല. അതൊരു ജനറിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതുപോലെയാണ് ഞങ്ങൾക്കായി കുരിശിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അല്ലാതെ ഇവനൊരു തെറ്റ് ചെയ്തിട്ട് മരിച്ചതല്ല. അതായത് ഇവരുടെ തെറ്റുകൾ കൊണ്ട് മരിച്ചു അല്ല. അതാണ് ഈ മുദ്രാവാക്യത്തിന്റെ ഉദ്ദേശം. അവര് പ്രപ്പോസ് ചെയ്യുന്ന അവരുടെ കോമൺ ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഒരു മാർഗത്തിൽ മറ്റുള്ളവർ അംഗീകരിക്കാതെ വരുമ്പോ അവര് കൊല്ലപ്പെടും. ആ മാർഗത്തിന് വേണ്ടി മരിച്ചു. അപ്പൊ അവർക്ക് വീട്ടിൽ അരി മേടിക്കാനോ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല അവര് മരിച്ചത്. അപ്പൊ അവര് മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, പൊതുവായിട്ടാണ്. അപ്പൊ യേശുക്രിസ്തു മരിച്ച അങ്ങനെയാണ്. വാഴക്കല കാക്കാൻ കയറിയിട്ടോ കോഴിയെ മുട്ടിക്കാൻ കയറിയിട്ടോ ഒന്നും അല്ലല്ലോ. അല്ല. അപ്പൊ അങ്ങനെയുള്ള മരണങ്ങളെ പൊതുവെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മരണമെന്നാ പറയുന്നത്. അല്ല, എനിക്കത് അച്ഛന്റെ ഇതിനകത്ത് വന്നൊരു ചെറിയ ഡൗട്ടായിരുന്നു. അതായത് അന്നത്തെ ടോക്കില് അത് ക്ലാരിറ്റി കുറവായിരുന്നു. കോമൺ കോസിന് വേണ്ടിയും ഒരു ആദർശത്തിന് വേണ്ടിയും ഒക്കെ മരിക്കുന്നവരെ തുടർന്ന് ജീവിക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് നമ്മുടെ ക്രിസ്ത്യാനിറ്റി മാത്രമല്ല, അത് പൊതുവെ അങ്ങനെയാണ്. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അത് ഈ പറഞ്ഞ ഈ PSAT ഉള്ളതുകൊണ്ട്, പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് തിയറി ഉള്ളതുകൊണ്ട് അത് കേട്ടിരിക്കുന്ന ആള് അത് തന്നെയല്ലേ എന്ന് ചിന്തിച്ചിട്ട് ആ വാചകത്തെ ഇങ്ങനെ അങ്ങ് ധരിക്കുന്ന. അതൊരു കംപ്ലീറ്റ് ക്ലാരിറ്റിയിലേക്കാണ് എത്തിയില്ലേ? ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് നിങ്ങളുടെ പാപങ്ങൾക്ക് പകരം വേറൊരാൾക്ക് മരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ ലോകത്തേതെങ്കിലും ഒരു കോടതിയില് ഒരാളെ ശിക്ഷയ്ക്ക് വിധിച്ചാൽ വേറൊരാൾ കോടതി ചെന്ന് പറയാണ് ശിക്ഷ വിധിച്ചല്ലോ, ഇയാൾക്ക് പറയാം ഞാൻ അത് ഏറ്റോളാന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല. അതിനെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. അതായത് ഞാൻ നേരത്തെ എനിക്ക് ഇവിടെ കേട്ടിരിക്കുന്നതാണ് യൂട്യൂബിൽ ഇതേപോലെ തന്നെ. അതായത് ഒരു കോർട്ടില് ഒരാള് എന്തോ ഒരു വയലേഷൻ, ട്രാഫിക് വയലേഷൻ അങ്ങനെ എന്തോ വന്നിട്ട് അപ്പം അയാളെ ആ ജഡ്ജി തന്നെ പെനാൽറ്റി കൊടുത്തു. പെനാൽറ്റി കൊടുക്കുന്നത് തന്നെ അത് അയാളുടെ മകനായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞാനൊന്ന് എക്സാമ്പിൾ പറഞ്ഞതാണ്.
ശരി, അങ്ങനെയാണ് ഞാൻ അത് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തിയിട്ട് നിർത്തുന്നുള്ളൂ. ഈ അയ്യോ. യേശു മരിക്കുമ്പോ എങ്ങനെയാണ് നമുക്ക് വേണ്ടി ആകുന്നത് നിങ്ങളൊന്ന് പറഞ്ഞേ. യേശുവിന്റെ കാലത്ത് നമ്മള് മീൻസ് ആ സമയത്ത് നമ്മള് 2000 വർഷങ്ങൾക്ക് മുമ്പല്ലേ, നമ്മള് ചിന്തയിൽ പോലും ഇല്ല, എങ്ങുമില്ല. ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി യേശു എങ്ങനെ മരിച്ചെന്നൊന്ന് വിശദീകരിച്ചേ. എന്റെ ധാരണ ഇത്രേ ഉള്ളൂ, ഇനി നിങ്ങൾക്ക് കിട്ടിയ ധാരണ എന്ന് പറഞ്ഞേ. ഇല്ല, ഞാൻ ഇതേപോലെ തന്നെ അച്ഛായ ഒരുപാട് ടോക്കുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് RCHമാരുടെയൊക്കെ. അപ്പൊ മെയിൻലി അവരുടെ ഒരു പ്രബോധനം ഈ ഒരു ബേസിലാണല്ലോ, അതായത് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള രീതിയിലാണല്ലോ ഒരു മെയിൻ. അല്ല, അത് എങ്ങനെയാണെന്നൊന്ന് പറ. ഇപ്പൊ ഇവിടെ എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നവർക്കും പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ലൈവ് പോയിക്കൊണ്ടിരിക്കും. അവിടെ ഇരുന്ന് കേൾക്കുന്നവർക്കും ഇനി ആ ലൈവ് അവിടെ കിടക്കും, നാളെ കേൾക്കുന്നവർക്കും ഒക്കെ പ്രയോജനപ്പെടുമല്ലോ. അത് പറ, എങ്ങനെയാണ്? ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്തു പറയാൻ കേട്ടോ. ലിങ്ക് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഞാൻ നിങ്ങളെ കളിയാക്കുന്നല്ല ജോമോനെ. ജോമോൻ പറഞ്ഞു, ജോമോന്റെ അല്ല ഞാനപ്പോ നല്ല അച്ഛായും പറഞ്ഞൊരു ആശയത്തോട് നമുക്ക് എനിക്കിപ്പോ പറഞ്ഞു വന്നപ്പോ യോജിപ്പാണ്. ഇപ്പൊ പറഞ്ഞ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇപ്പൊ പാർട്ടിക്കാരുടെ ഒരു ദുരാവാക്യവും ജാതിയും കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കോമൺ ആയിട്ട് അങ്ങനെ എഴുതിയതാണെന്നുള്ള രീതിയിലേക്ക് ഞാൻ ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഒരു അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറയണം. കാരണം ഇപ്പൊ ഉള്ള ഈ തിയോളജി, ഈ വിശ്വാസ പ്രമാണം എഴുതുന്ന കാലത്തില്ല. അല്ല, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു ഭാഗം അതിനകത്ത് ഒഴിവാക്കാറില്ല. അപ്പൊ ഈ കൺഫ്യൂഷൻ ഒഴിവായല്ലോ. ഇപ്പൊ ക്രീഡിന്ന് മരിച്ചു എന്ന് പറഞ്ഞാലോ, ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു ഭാഗം കൂട്ടി. അത് ക്രീഡിൽ മാത്രമല്ല, യാക്കോബക്കാരുടെ പിന്നെ കൗമാ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, അടുത്തത് ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയണമേ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടെന്ന് തന്നെയാ പറയുന്നത്. ഓ, അച്ഛനെന്ന ലൈവില് വന്ന അല്ല അന്നത്തെ ഒരു ടോക്കില് ഇങ്ങനെയായിരുന്നു. അതായത് അത് മരിച്ചത് യഹൂദർക്ക് വേണ്ടിയാണ്, അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചെന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമൊന്നും എനിക്കറിയില്ല. അതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട്. നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എത്ര ഉദാത്തമാണ്, എത്ര അഗാധമാണ്, എത്ര ഉന്നതമാണ്, എത്ര വിശാലമാണ് എന്നെല്ലാം തെളിയിക്കുകയാണ്. അതായത് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. അതുകൊണ്ടാണ് അവൻ മരണം വരുമ്പോ ഓടിപ്പോകാത്തത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഉറപ്പാണ് നമുക്ക് ആ കുരിശി കാണാൻ പറ്റുന്നത്. അഷുറൻസ് ഓഫ് ഗോഡ്സ് ലവ്. അതുകൊണ്ടല്ലേ സഭകളൊക്കെ പള്ളിയുടെ നടുക്ക് കുരിശ് വെക്കുന്നേ, നമ്മുടെ നെഞ്ചത്ത് കുരിശ് വെക്കുന്നേ. കുരിശു മരണത്തിന് സാങ്കത്യമില്ലെന്നോ, കുരിശു മരണത്തിന് പ്രാധാന്യമില്ലെന്നോ, കുരിശു മരണത്തിന് പ്രസക്തി ഇല്ലെന്നോ, കുരിശിന് ശ്രേഷ്ഠതയില്ലെന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. കുരിശ് മരണത്തിന് പ്രസക്തിയുണ്ട്, അതിന് സാങ്കത്യമുണ്ട്, അതിന് പ്രാധാന്യമുണ്ട്. കുരിശ് ഏറ്റവും അർത്ഥപൂർണമായ മൂല്യവത്തായ ഒന്നാണ്. കുരിശ് നെഞ്ചോട് ചേർത്ത് വെക്കാൻ ഏറ്റവും നല്ലതാണ്. കുരിശുമാല അണിയുന്നത് നല്ലതാണ്. ഇതെല്ലാം നമ്മൾ ഉപദേശിക്കുന്നത്. പക്ഷെ കുരിശ് മരണത്തെ സംബന്ധിക്കുന്ന ഇവരുടെ ബോഷ്കിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ പാപത്തിന് പകരമുള്ള ശിക്ഷയാണ് അവൻ ഏറ്റെന്നുള്ളത്. അല്ല, യേശുവിനൊക്കെ പറയുന്നത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അത് യഹൂദർക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നല്ല, നമ്മുടെ പാപങ്ങൾ നിമിത്തം എന്നാണ് ശരിക്കും തർജ്ജമ ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എന്നാണ്. അല്ല, നമ്മുടെ പാപങ്ങൾ നിമിത്തം മുറിവേറ്റു. എനിക്കറിയില്ല സബ്ജക്ട് കറക്ഷൻ. പാപങ്ങൾ നിമിത്തമാണ് യേശു മരിച്ചത്. പാപങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഒരർത്ഥമില്ല. ദാറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. പാപങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞാനത് എനിക്ക് ക്ലിയർ ഉണ്ട്, അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. അല്ല, പാപങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇല്ല, അച്ഛൻ വേണ്ടിയല്ല, നിമിത്തമാണെന്നുള്ള രീതിയിലാണെന്ന് ഞാനത് നേരത്തെ ഒരു ടോക്ക് കേട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് അവർ പറയണം. അപ്പൊ പാപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണോ? എന്താണ്? അങ്ങനെയാണ് പാപ പരിഹാരത്തിന് വേണ്ടി എന്ന് വേണമായിരുന്നു ഉദ്ദേശിക്കുന്ന അർത്ഥം പറഞ്ഞേ. ഫോർ സിൻസ് എന്ന് പറഞ്ഞാൽ സിന്നിനെ സപ്പോർട്ട് ചെയ്യാനാ മരിച്ചെന്ന മനസ്സിലായോ? അപ്പൊ തട്ടിപ്പ് പൊളിയും, ഒരിക്കലും വിജയിക്കത്തില്ല. തർജ്ജിമയിൽ ഇവര് ക്രമക്കേട് കാണിച്ചിരിക്കുന്നതാണ്. പക്ഷെ അത് ആ ആശയത്തിൽ ചോദ്യം ചെയ്താൽ അതിന് അർത്ഥമില്ല. പൊതുവായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ ഭാവിയായിട്ട് നമ്മളെ നിർത്തിയാൽ മാത്രമാണ് അവരുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ പാകിസ്ഥാന് വേണ്ടി എന്ന് പറഞ്ഞ അർത്ഥം തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ? അപ്പൊ പാപങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പാപത്തിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. അതാണ്. അപ്പൊ പാപങ്ങൾ നിമിത്തം എന്നുള്ളതാണ് കൃത്യ തർജ്ജിമ. നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് അവൻ മരിച്ചത്. പിന്നെ ഒരു അടുത്തൊരു ചോദ്യം, അതായത് മറ്റേ ചേന്തറ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ ഒരു ടോക്കില്, ഈ യഹോവ യേശു ആ രണ്ട് ആസ്പെക്ട് ആണ് ചോദിക്കുന്നത്. ധനികനായ ഒരു യുവാവ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ മറ്റേ രക്ഷ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. അതിനകത്ത് യേശു പറയുന്നത് 5 to 10 കമാൻഡ്മെന്റ്സ് ആണ്. അതായത് 4 പറയുന്നില്ല, അതിനുശേഷമുള്ള 6 പറയുന്നത്. പക്ഷെ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്കൊരു കുറവുണ്ട്, നീ നിനക്കുള്ളെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ ഒന്ന് അനുഗമിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതില് ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ ടോക്സുകൾ പലതും
സ്പെഷ്യലി ആസി അച്ഛന്മാരുടെ കേട്ടിട്ടുള്ളത് അത് ശരിക്കും ഫസ്റ്റ് കമാൻഡ്മെന്റിന്റെ ലംഘനമായിരുന്നു. അതായത് ഒന്നാമത്തെ കമാൻഡ്മെന്റ് ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. അപ്പൊ ഇയാളുടെ ദൈവം സമ്പത്തായിരുന്നു. അപ്പൊ അത് വിട്ടു വരാനായിട്ട് അയാൾക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് കമാൻഡ്മെന്റ് ചോദിച്ചപ്പോൾ അയാൾക്ക് വരാൻ പറ്റിയില്ല. ഒന്നാമത്തെ കമാൻഡ്മെന്റിലായിരുന്നു ആ ധനികനായ യുവാവ് ടോട്ടലി പരാജയപ്പെട്ടു പോയ എന്നുള്ള രീതിയിൽ. അതൊക്കെ ഒരു ദുർവ്യാഖ്യാനമാണ് സഹോദര. കാരണം യഹോവയുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ആ കൽപ്പന വരുന്നത്. താൻ മാത്രമേ ദൈവമായിട്ടുള്ളെങ്കിൽ തന്നെ പോലെ സെയിം കൈൻഡ് വേറെ ആളുകളില്ലെങ്കിൽ ആ കൽപ്പന കൊടുക്കത്തില്ല. ഫൂളിഷ്നെസ് ആണ്. തന്നെ പോലെ തന്നെ ഇപ്പൊ ഒരുത്തൻ കല്യാണം കഴിച്ച് ഫസ്റ്റ് ആദ്യ രാത്രി മണിയറയിൽ വെച്ച് പറയാണ്, ഞാനല്ലാതെ നിനക്ക് വേറെ ഭർത്താക്കന്മാരുണ്ടാകരുത്. ഇവിടെ ഇസ്രായേല് മിസ്രൈം വിട്ട് പുറത്തു വന്ന് 50 ദിവസം പറയാണ്, ഞാനല്ലാതെ വേറെ ദൈവങ്ങളുണ്ടാകും. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഹൗ മച്ച് ഇൻസെക്യൂർ ഹി ഈസ്. കാരണം അയാള് പലരെയും പേടിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പോലെയോ തന്നെക്കാൾ മെച്ചമോ ആയ ഇതേ കാറ്റഗറിയിൽപ്പെട്ട ജീവികൾ ഉള്ളത് കൊണ്ടാണ് ആ കൽപ്പന എഴുതുന്നത്. വേറെ ഒരു പരമാധികാരിയായ ദൈവം ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് അത് മുമ്പോട്ട് ചെയ്യാൻ. ഫൂളിഷ്നെസ് ആണ്. പക്ഷെ അതൊരു ഈ മാർസിയോണിസത്തിന്റെ ഒരു വകഭേദമായിട്ട് വരുമോ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ? ഇല്ലേ, മാർസിയോണിസം എൻറ്റയർലി ഡിഫറെന്റ്. നമ്മളിവിടെ പിന്നെ പഴയ നിയമത്തിലെ പ്രോഫസീസ് ഇത് മാർസിയോണിസത്തെ സത്യത്തിൽ മാർസിയോണെ തള്ളിയതിന്റെ കാര്യം ശീഷ്മയാണ് മെയിൻ ആയിട്ട്. മനസ്സിലായില്ല. ഇന്നത്തെ ശീഷ്മ എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, ഈ എസ്റ്റാബ്ലിഷ്ഡ് സഭയിൽ നിന്ന് വിഘടിച്ച് നിൽക്കുന്നതിനെയാണ് ശീഷ്മാറ്റിക് എന്ന് പറയുന്നത്. ശീഷ്മ എന്ന് പറയുന്നത് കാത്തലിക് അല്ലേ? അല്ല, ഞാൻ ജാക്കോബറ്റാണ്. അപ്പൊ കത്തോലിക്കർക്ക് പരിചയമാണ്. ശീഷ്മ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക വാക്കാണ്. അത് ഇംഗ്ലീഷിൽ ശിഷ്മാറ്റിക് എന്ന് പറയും. അപ്പൊ സ്കിസം എന്ന് പറയും. സ്കിസം എന്ന് പറഞ്ഞിട്ടില്ലേ? സ്കിസം, അതാണ് മലയാളത്തിൽ ശീഷ്മ എന്ന് പറയുന്നത്. സ്കിസ്മാറ്റിക്. അല്ല, ഞാനിത് പറയാൻ ഒരു കാരണം കൂടി ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അച്ഛൻ കേട്ടിട്ടുണ്ടാവും ഇവിടുത്തെ സജിത് ബ്രദറിനെതിരെ ഒരു സെന്റ് മിൻഷ്യൻ കോൺഗ്രിഗേഷൻ. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അതൊക്കെ അവരുടെ വിവരമില്ലായ്മ കൊണ്ട് പറയുന്നു. ഈ സ്കിസമാണ്. അതായത് അന്നത്തെ ഈ സഭയുമായിട്ട് എന്ന് പറഞ്ഞ അന്നത്തെ പ്രാമാണികമായ 6 സഭയുണ്ടായിരുന്നു. സ്മിർനായിലും എഫേസോസിലും റോമിലും. ആ സഭകളുമായിട്ടൊന്നും ഒരു അഫിലിയേഷനിലല്ലായിരുന്നു മാർസിയോൺ നിന്നത്. അതാണ് അവരെ കുത്തി. പിന്നെ റോമിലെ സഭയുമായിട്ട് ചർച്ച നടത്തി മാർപ്പാപ്പയായിട്ട് ഏകദേശം ധാരണ ഈ മാർപ്പാപ്പ മരിച്ചിട്ട് അടുത്ത മാർപ്പാപ്പ വന്ന അങ്ങനെ വീണ്ടും അങ്ങനെയാണ് ഈ മാർസിയോണെ അവർ അനഭിമതനാകുന്നത്. മാർസിയോണ് ആണ് ആദ്യമായിട്ട് ബൈബിളിലെ ബുക്കുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയും പൗലൂസിന്റെ 10 ലേഖനവും കളക്ട് ചെയ്ത് വെച്ചൊക്കെ. അന്ന് സഭയ്ക്ക് കാണാനൊന്നുമില്ല. ഞാൻ ഈ സജിത് ബ്രദറിന്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ ഈ വേർഡ് ഫസ്റ്റ് ടൈം സ്ട്രൈക്ക് ചെയ്യുന്നത്. ഞാൻ അതിനുമുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ഇങ്ങനെ വേർഡും. അപ്പൊ അതാണ്. അപ്പൊ മാർസിയോൺ ഒരിക്കലും ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു പ്രോഫസി അംഗീകരിച്ചിട്ടില്ല. ജൂവിഷ് ബാക്ക്ഗ്രൗണ്ട് തന്നെ അദ്ദേഹം നിരാകരിച്ചു. പക്ഷെ അദ്ദേഹത്തെ ഒരു ചർച്ച് കൗൺസിലും പുറത്താക്കുകയൊന്നും ചെയ്തിട്ടില്ല. പ്രാദേശിക കൗൺസിലാണ് അദ്ദേഹത്തെ അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? പക്ഷെ ഞാൻ ChatGPT ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ അവർ അതിനകത്ത് കാണിക്കുന്നത് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ആണ് ഈ മാർസിയോണിസത്തിനെതിരെ. കാത്തലിക് സഭയായാലും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയായാലും ടോട്ടലി എഗെയിൻസ്റ്റ് ആണ്. കാരണം അവര് പറയുന്ന കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വ്യൂ പോയിന്റ് ആണ്. അതായത് മറ്റേ പഴയ നിയമത്തിലെ യഹോവയെ മീൻസ് കർത്താവിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ഈ മാർസിയോണിസം എടുക്കുന്നതെന്നും മാർസിയോണിന്റെ നിലപാട് അങ്ങനെയാണ്. പക്ഷെ മാർസിയോണിനെ പുറത്താക്കുന്നത് ഈ സ്കിസം കൊണ്ടാണ്. അദ്ദേഹം സ്വന്തമായിട്ടായിരുന്നു സഭ, ഇവരുമായിട്ടൊന്നും അഫിലിയേഷൻ ഇല്ലായിരുന്നു. കാരണം ഈ സഭകളെക്കാൾ എല്ലാം പണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം വലിയ കോടീശ്വരനായിരുന്നു. ഈ സഭകളെ റോമിലെ സഭയെക്കാളും ആളും കൂടുതലായിരുന്നു. അങ്ങനെ അദ്ദേഹമായിട്ട് ഉടക്കുണ്ടാക്കുന്നത്. അതാണ് അതിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് മുഴുവൻ ഇവര് കത്തിച്ചു കളഞ്ഞു. ഒന്നുമില്ല ഇന്ന് ലോകത്ത് മാർസിയോണിൻ്റെതായിട്ട് ഒരു രേഖയില്ല. മാർസിയോണെ പറ്റി പറഞ്ഞിട്ടുള്ള ചില സൂചനകളൊക്കെ ഉള്ളു. അതുകൊണ്ട് മാർസിയോൺ കൃത്യമായിട്ട് പറഞ്ഞ എന്നാണെന്ന് ലോകത്ത് ആർക്കും അറിയത്തില്ല. അദ്ദേഹത്തെ നമ്മള് ഞാൻ മനസ്സിലാക്കിയത് നമ്മള് പൂർണ്ണമായിട്ടും പഴയത് തള്ളിക്കളയുന്നില്ല, പ്രോഫിറ്റ്സിനെ അംഗീകരിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ വന്നിട്ടുള്ള തിന്മയുടെ പ്രവൃത്തികൾ മനസ്സിലായി. അവിടെ പഴയ നിയമത്തിൽ 2 കർത്തൃത്വം ഉണ്ടായിരുന്നു. 2 കർത്തൃത്വം, ഒന്ന് ഏല്, മറ്റേത് യാഹ്. എലോഹിസ്റ്റുകളും യാഹിസ്റ്റുകളും ആ എലോഹിസ്റ്റ് പക്ഷത്താണ് യേശു ജനിച്ചത്. യേശു അവസാനം എലോഹിസ്റ്റ്. അതുകൊണ്ടാണ് കുരിശിൽ കിടന്ന് ഏലെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാതെ യാഹേ യാഹേ നല്ല പ്രാർത്ഥിച്ച്. അതുകൊണ്ടാണ് യഹൂദന്മാരിലെ യാഹിസ്റ്റുകളാണ് യേശുവിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്, എലോഹിസ്റ്റുകളാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
ഇത് ചരിത്രം അറിയാൻ മേലാത്ത ഇതും മാർസിയോണിസുമായിട്ട് തന്നെ ബന്ധമിരിക്കുന്നത്. മാർസിയോൺ ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ തള്ളി. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവൻ എടുത്തു വെച്ചല്ലേ നമ്മളിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലേ നമ്മൾ റെഫർ ചെയ്തോണ്ടിരിക്കും. പിന്നെ മനസ്സിലാകുന്നില്ലേ ഓൾഡ് ടെസ്റ്റ്മെന്റ് തള്ളുന്നവൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് വെച്ച് പ്രസംഗിക്കും. മഹോന്നതനായ ദൈവം അവകാശങ്ങൾ വിഭജിച്ചു എന്ന് പറഞ്ഞ ആവർത്തന പുസ്തകം 32 ഏറ്റവും കൂടുതൽ നമ്മൾ കോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം അത് നമ്മൾ തള്ളുന്നവരത് എടുക്കുമോ? അല്ല, ഞാനതാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. ഈ പറഞ്ഞ ഈ ഒരു പാട്ടിലെ നിയമത്തിലെ നോട്ട് ദാറ്റ് കോമൺ എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ബോധമില്ലാത്തോട്ടല്ലേ നമ്മള് ഓൾഡ് ടെസ്റ്റ്മെന്റ് വിടാതെ തള്ളുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നത് കേട്ടോ. അല്ല, ഞാനൊന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായി. അച്ഛാ ഒരു കാര്യം കൂടി, ഞാൻ ഈ അച്ഛന് ഈ യൂക്കറിസ്റ്റിക് മിറക്കിൾസ് അതേപോലെ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് എക്സ്പീരിയൻസസ് അല്ലേ. ഇപ്പൊ ഞാൻ തിയോളജിയാണ് പറയുന്നത്. ഇപ്പൊ എക്സ്പീരിയൻസസിനെ നമ്മൾ എങ്ങനെ വിധിക്കുന്നത് എങ്ങനെയാണ്? അല്ല, അത് നമ്മളുടെ ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് ടോട്ടലി ഞാനിപ്പോ അങ്ങനെ നമുക്ക് അനുഭവങ്ങളെ അറിവ് കൊണ്ട് കണ്ണിക്കാൻ പറ്റുകയല്ല. ഇപ്പൊ ഒരാൾ പറയാണ്, നിങ്ങൾ പറയാണ് ഞാൻ അതുവഴി പോകുമ്പോ രാത്രി വെളുത്ത സാരി എടുത്ത് ഇങ്ങനെ ഒരു രൂപ അതിലെ പോയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയാണ് അങ്ങനെ ഒരു രൂപ അതുവഴി പോകാൻ സാധ്യതയില്ല. നീ പോവുകയാണെങ്കിൽ തന്നെ സാരി ഉടുത്ത് പോവുകയല്ല. ഇതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അതിലെ സാരി ഉടുത്ത് ഒരാൾ പോയത് നിങ്ങൾ പറഞ്ഞാൽ പോയി, അല്ലാതെ ഇപ്പം പോയില്ലെന്ന് ഞാനിങ്ങനെ പറയുന്നത്. നിങ്ങളുടെ അനുഭവം അല്ലേ. അതെ, ഇപ്പൊ കുർബാനക്കകത്ത് അവരിങ്ങനെ കണ്ടു, എന്നിട്ട് ഞാനിവിടെ നിന്ന് പറയാം കണ്ടു കാണത്തില്ല. ഞാനിങ്ങനെ അറിയുന്നേ കണ്ടു കാണും. അത് അനുഭവങ്ങളാണ്. അനുഭവങ്ങളെ അറിവ് വെച്ച് കണ്ണിക്കാൻ പറ്റുമോ? അല്ല, അതൊരാളുടെ തോന്നലായിട്ടായിരിക്കുമോ? അതേ ഇത് മുഴുവൻ തോന്നലാണ്. നമ്മൾ ആകാശത്ത് കാണുന്ന പല നക്ഷത്രങ്ങളും ഇന്ന് അവിടെ ഇല്ല, ഉണ്ടെന്ന് തോന്നുന്ന തോന്നലാണ്. ഇപ്പൊ നമുക്കത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു കൂട്ടർ പറയാണ് അവിടെ ഇങ്ങനെ കുർബാന ഇറച്ചിയായി തീർന്നു. അപ്പൊ പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ള കുർബാനയൊന്നും ഇറച്ചിയായിട്ട് തീർന്നിട്ടില്ല, അങ്ങനെ ആകുന്നില്ല. ഇനി ഒറിജിനൽ കുർബാന, ഏറ്റവും ശ്രേഷ്ഠമായ കുർബാന എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു നടത്തിയ കുർബാനയാണ്. അത് അവിടെ ഇറച്ചിയായിട്ടില്ല. അപ്പൊ യേശുവിനേക്കാളും മികച്ച കുർബാനയാണ് ഇവര് നടത്തുന്നതെങ്കിൽ ആട്ടെ. ഇപ്പൊ നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആകാമായിരിക്കും. കാരണം കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്തതിലും വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ചിലപ്പോ അങ്ങനെ നടക്കുന്നതായിരിക്കും. നമുക്ക് തൽക്കാലം കർത്താവിന്റെ സ്റ്റാൻഡേർഡിലുള്ള കുർബാന മതി, അതുകൊണ്ട് തൃപ്തിപ്പെടുക. പിന്നെ ധാരാളം അത് മതി, അത് മതി. ശരി, താങ്ക് യു. എന്തായാലും നേരിട്ട് സംസാരിക്കാൻ പറ്റിയതിലൂടെ ഒരുപാട് സന്തോഷം. താങ്ക് യു. ആയിക്കോട്ടെ. താങ്ക് യു. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.